നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മദ്യനയ കേസിൽ അറസ്റ്റിലായി തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതിയിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് ആം ആദ്മി പാർട്ടി. കേജ്രിവാളിന്റെ ശരീരഭാരം 4.5 കിലോഗ്രാം കുറഞ്ഞുവെന്നും AAP നേതാവും മന്ത്രിയുമായ അതിഷി പറഞ്ഞു. അതേസമയം കേജ്രിവാൾ ആരോഗ്യവാനാണെന്നും ശരീരഭാരം കുറഞ്ഞിട്ടില്ല എന്നും തിഹാർ ജയിൽ അധികൃതർ വ്യക്തമാക്കി. കേജ്രിവാൾ കടുത്ത പ്രമേഹ രോഗിയാണ് എന്ന ഡൽഹി മന്ത്രി അതിഷി എക്സിൽ കുറിച്ചു. ആരോഗ്യവാനല്ലാതിരുന്നിട്ടും രാജ്യത്തിനു വേണ്ടി കേജ്രിവാൾ അഹോരാത്രം ജോലിയെടുക്കുകയാണ് എന്നും അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരഭാരം 4.5 കിലോഗ്രാമോളം കുറഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ BJP അപായപ്പെടുത്തുകയാണ്. കേജ്രിവാളിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ രാജ്യവും ദൈവവും പൊറുക്കില്ല എന്നും അതിഷി എക്സിൽ കുറിച്ചു. ജയിലിലെത്തുമ്പോൾ 55 കിലോ ആയിരുന്ന കേജ്രിവാളിന്റെ ശരീരഭാരം അതിനുശേഷം മാറ്റമുണ്ടായിട്ടില്ല എന്നും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണമാണെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി. ബുധനാഴ്ച രാവിലെയും യോഗയും ധ്യാനവും കേജ്രിവാൾ ചെയ്യുന്നുവെന്നും അവർ പറയുന്നുണ്ട്. കേജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചസാരയിലെ അളവിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നും 50-ന് താഴെ അളവ് കുറയുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് നിയന്ത്രിക്കാനായി മരുന്നുകളും പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്കാനായി ഷുഗർ സെൻസറും ജയിലിലേക്ക് എത്തിച്ചിരുന്നു. വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാണ് ഉച്ചയ്ക്കും അത്താഴത്തിനും നൽകിയത്. അത്യാഹിത സാഹചര്യങ്ങൾക്കായി കേജ്രിവാളിന്റെ സെല്ലിനടുത്തു തന്നെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് എന്നും ജയിൽ അധികൃതർ അറിയിച്ചു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. പലപ്പോഴായി ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കേജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ ഏതായാലും രാഷ്ട്രപതി ഭരണം ഉടൻ വരുമോ ഇല്ലയോ എന്ന ചർച്ചയൊക്കെ അതിശക്തമായി നടക്കുന്നുണ്ട്. അതിഷി ഒരുപക്ഷെ അതിഷിയായിരിക്കും അടുത്ത EDയുടെ ഇരാൻ അടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും കേജ്രിവാളുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകൾ പുറത്തു വരികയാണ്. അതിഷി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഉഡായിപ്പുകളാണെന്ന BJP ആരോപണവുമുണ്ട്. എന്തായാലും നിലവിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, അതായത് കേജ്രിവാൾ ഉടനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമോ, പുതുതായി കേജ്രിവാളിന്റെ ഭാര്യ മുഖ്യമന്ത്രിയായി മാറുമോ, അതോ അതിഷി മുഖ്യമന്ത്രിയായി മാറുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്.